ഇവന് പിന്നെ എന്താണ്, ഇവനെ തൊട്ടിട്ട് നമുക്ക് സുർമടാൻ പറ്റും, ആ കോലത്തിലാണ് ഉള്ളത്, മനസ്സിലായില്ലേ? എന്നാലും ഓൻ ആഗ്രഹിക്കുന്നതാണ് അതിനോട് 6 വേണം. മുമ്പ് ഒരു തമാശക്കൊരു സംഭവം പറയുന്നത്, ഒരു ഉസ്താദിനോട് ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉസ്താദെ നിങ്ങൾ നല്ലോണം ഒന്ന് ദ്വാരക്കണം. എന്തിനാ മോനെ? ഞാൻ ഇപ്പൊ ഒരു പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, ഒരുപാട് പെണ്ണിനെ ഞാൻ ഇങ്ങനെ നോക്കി, ഒന്നും ശരിയാകണില്ല. അതെന്താണ് നിനക്ക് കുറെ നോക്കിയിട്ടൊന്നും ശരിയാകാത്തത്? എന്താ നിന്റെ പ്രോബ്ലം എന്ന് വെച്ചു. എന്താ നിന്റെ എന്താ ഡിമാൻഡ്? എനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല, പക്ഷെ നോക്കിയ പെണ്ണ് ചിലത് അസറിനെ പോലെ ഉണ്ട്, ചിലത് മഗ്രിബിനെ പോലെ ഉണ്ട്, ചിലത് ഇശായിനെ പോലെ ഉണ്ട്. ഉസ്താദെ അത്രേ പ്രശ്നമുള്ളൂ. അസറും മഗ്രിബും ഇശാവും പോലത്തെ പെണ്ണോ? എന്താ അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? ഇല്ല, അസുർ എന്ന് പറഞ്ഞാൽ ഭംഗി കുറച്ച് കുറവ്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്തു, ഭംഗി പോയി. ഇശാ എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണ്ട. ഭംഗിയില്ലാത്ത പെണ്ണ് കാണുന്നതൊക്കെ അങ്ങനത്തെ നിറയില്ലാത്ത പെണ്ണിനെ ഞാൻ കാണുന്നത്, എനിക്ക് കിട്ടുന്നത്, ഞാൻ നോക്കി പോകുന്നതൊക്കെ അങ്ങനെയാണ്. അതപ്പോ നിന്റെ പ്രോബ്ലം. അപ്പോ നീ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല കുറച്ച് സ്റ്റൈലുള്ള പെണ്ണിനെ വേണം. ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ഇവന്റെ ഇങ്ങനെ തലതൊട്ട് ഇങ്ങനെ കാലുവരെ ഇങ്ങനെ നോക്കിയിട്ട് ഉസ്താദ് അത്ഭുതത്തോടെ പറയത്രേ, പടച്ചോനെ നീ തഹജ്ജുദിന്റെ കോലത്തിലാണല്ലടാ ഉള്ളത്. അങ്ങനെ ചില ആളുകൾക്കൊരു പൂതി എന്താണ്, നമുക്ക് അങ്ങനെ തന്നെ കിട്ടണം. പിന്നെ അധികവും നമ്മൾ കാണുന്നത് അങ്ങനെ കേട്ടോ, പെണ്ണ് സ്റ്റൈൽ ഉണ്ടായാൽ പുതിയാപ്പിള ഉണ്ടാവില്ല, പുതിയാപ്പിള സ്റ്റൈൽ ഉണ്ടായാൽ അതിന് വേറെ രീതിയുണ്ട്, പറയാനൊന്നും നമുക്ക് നേരമില്ല. ഇതൊക്കെ 3-4 ദിവസം പരിപാടി വെച്ചാലേ നമുക്ക് ഇതൊക്കെ എല്ലാം എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. അതിന്റെ രീതി എങ്ങനെയാ, അധികം അങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഇനി കറുത്താലും വെളുത്താലും ഏത് കോലത്തിലുള്ളതായാലും വേണ്ടില്ല, സമാധാനപരമായ ജീവിതം അല്ലാഹു അത് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭംഗി എന്നുള്ളത് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഭംഗിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കഴിക്കല്ല മോനെ. കൺഫ്യൂഷനാണ്. കാരണം എന്താ, എന്റെ ചങ്ങാതി കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ ഞാൻ ഗൾഫിലാണെങ്കിൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാട്സപ്പിൽ എനിക്ക് ഇങ്ങോട്ട് അയച്ചത്, എങ്ങനെ ഉണ്ടാ നീ നോക്ക്, പറ ബോമറിയുടെ നിന്റെ മൂക്കെന്ത എങ്ങനെ, ഇതിന്റെ കണ്ണെന്ത എങ്ങനെ, ഇതിന്റെ പല്ലെന്ത എങ്ങനെ, ഓരോന്നിന്റെ ഓരോ അഭിപ്രായം ഇങ്ങനെ ഓരോരുത്തർ. ശരിയാവില്ലടാ, ശരിയാവില്ല. ചങ്ങായിമാർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ കെട്ടുന്നത്, എന്നിട്ട് കൊണ്ടു നടക്കുന്നത് ഇവനാണ്, അനുഭവിക്കേണ്ടത് ഇവനാണ്. ആദ്യം സെലക്ട് ചെയ്യുന്നത് ചങ്ങായിമാരാണ്. എന്തൊരു വീഴ്ത്തരാത്. പിന്നെ വേറെ ചില ആളുകളുണ്ട്, എന്താ ഉപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ നോക്കി എന്താണ് അതിന്റെ മതി നമുക്ക്, ലാസ്റ്റ് ഇവരെ പരടിക്കിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുഴപ്പമായ ഞാനൊന്നും അല്ലല്ലോ നോക്കിയത്, നിങ്ങൾ തന്നെയല്ലല്ലോ ഉറപ്പിച്ചത്, എന്നെ പറയണം. നോക്കരുതട്ടോ. ഉപ്പാക്ക മകന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് നോക്കാനുള്ള അവകാശമില്ല. ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ഇതെങ്ങോട്ട് വരി, എങ്ങനെയുണ്ട് നോക്കിയേ, ഉമ്മ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇയാൾ വിചാരിക്കും വയസ്സുകാലത്ത് ഈ പണ്ടായിട്ട് കൊണ്ടുവന്നതിന് ഇറക്കിയിട്ട് ഇപ്പം ഇവിടെ പിന്നെ മോന്റെ ഭാര്യയാകാൻ വേണ്ടി പോകുന്ന ഈ പെണ്ണിനെ കൂട്ടിട്ട് പോയാലോ. ഇന്നത്തെ കാലല്ലേ, 85 വയസ്സുള്ള എനിക്ക് 16 വയസ്സുള്ള പെൺപിള്ളേരെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന കാലമാണ്. ഇത് വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് വല്ലാണ്ട് പെണ്ണുങ്ങളോട് പറയാണ്, വല്ലാണ്ട് എസ്എമാരെ കൊണ്ടുപോയിട്ട് പിന്നെ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. 2-3 ദിവസം നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഓളെ മുഖായിരിക്കും കാണുന്നത്. അപ്പൊ പിന്നെ ഈ പെണ്ണിനോട്, ഈ വയസ്സത്തെ പെണ്ണുങ്ങളോട് ദേഷ്യം പിടിക്കും. എന്തായാലും ആണുങ്ങൾ പുറത്തുപോയി വന്നാലുള്ള പ്രശ്നം എന്താ അറിയോ, ഭാര്യനോട് ചൂടാകും. കാരണം എന്താ, അവിടെ കുറെ നല്ല കോലത്തിനൊക്കെ ഉണ്ട്, വീട്ടിൽ കയറുമ്പോ കാണുന്ന പേക്കോല എങ്ങനെ പറയാണ്ടിരിക്ക. നന്നാകാനുണ്ട്, 2 പേരും നന്നാകാനുണ്ട്. ആസ്വദിക്കാൻ മാത്രമുണ്ട് നമ്മുടെ ലൈഫ്. പക്ഷേ അറിയണം എന്താണ് ദാമ്പത്യമെന്ന്, ആരാണ് പെണ്ണ് എന്ന്, ആരാണ് ഭാര്യയെന്ന്, ആരാണ് ഭർത്താവ് എന്ന്, ആരാണ് പുരുഷനെന്ന് ഓരോരുത്തരും അറിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർവികരായ ഭാരതന്മാര് നമ്മൾക്ക് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിത രഹസ്യങ്ങളും നമ്മൾ അറിയുമ്പോ, പ്രിയപ്പെട്ടവരെ,
അറിയാതെ ഭാര്യമാരെ നമ്മളെ സ്നേഹിച്ചു പോകും, അറിയാതെ ഭർത്താക്കന്മാരെ നമ്മളെ സ്നേഹിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കല്യാണം കഴിഞ്ഞ നമ്മുടെ ഇണകളുമായിട്ട് തന്നെ ആഖിറത്തിലെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലയിലേക്ക് ഉയരാൻ ഇന്നത്തെ ഈ വേദി ഒന്ന് സഹായകരമാകണം. അല്ലാഹുവേ നീ നിമിത്തമാക്കണേ അല്ലാഹ്, നീ നിമിത്തമാക്കണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ എവിടെയാണോ വിള്ളലുകളുള്ളത് നീ അതകറ്റണേ അല്ലാഹ്. ലോകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണല്ലോ. ആ ഇബ്ലീസ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിനങ്ങൾ ഏതാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന സമയം ഏതാണെന്നറിയുമോ? അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ ശത്രുവായി കാണാനുള്ള വിവേകം നമ്മൾക്കുണ്ടല്ലോ. എനിക്ക് ഇയാളോട് ഇത്തിരി വെറുപ്പാന്ന് ഇല്ല കേട്ടോ, ഒരു പരിചയമില്ല. അങ്ങനെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഈ സ്നേഹബന്ധം പ്രാർത്ഥനയിലൂടെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എന്തോ ഒരു വിഷയത്തിൽ ശത്രുത വന്നു കഴിഞ്ഞാൽ ഇയാൾ അതിലൂടെ വരുമ്പോ ഞാൻ അയാളെ മെയിൻറ്റെയ്യോ ഇല്ലയോ? പോട്ടപ്പാ ആരാണ് എന്താ ഓനെ മെയിൻറ്റാക്കിയത് എനിക്ക് കാര്യം? എന്താ ഓനോട് സലാം പറഞ്ഞിട്ട് എനിക്ക് കാര്യം? മെയിൻറ്റാക്കൂല. അതുപോലെ മൈൻഡ് ചെയ്യാതെ വളരെയേറെ ഭയപ്പെടേണ്ട ഒരു ശത്രുവാണ്. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന പവിത്രമായ സൂറത്ത് യാസീൻ ഖൽബുള്ളവരുടെ ഖൽബ് തുറപ്പിക്കുകയാണ്. അറിയണേ നിങ്ങളുടെ ശത്രുവാണ്. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും മിത്രമാക്കരുത്. ഇന്ന ശൈത്വാന ലകും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. അവനെ നിങ്ങളെ ശത്രുവായിട്ട് തന്നെ കാണണേ. അങ്ങനെയുള്ള ഇബ്ലീസ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയം ഏതാണെന്നറിയുമോ? വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയെ ചോദിച്ച് കയറിയ പിതാവ് അഥവാ ഭർത്താവ് ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ആദ്യമൊക്കെ നല്ലപോലെ സംസാരിക്കുന്നു, പിന്നീടതാ സംസാരത്തിന് ഗൗരവം വന്നു. അവിടെ പിന്നെ പിണക്കമായി മാറുന്നു. ദേഷ്യം വന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന സമയം ഭാര്യ ഭർത്താക്കന്മാരാകുന്ന നിങ്ങൾ രണ്ടുപേരും കലമ്പുമ്പോഴാണ്, പിണങ്ങുമ്പോഴാണ്, നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. എവിടെയാണോ രണ്ടുപേരും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, ഏതെല്ലാം സമയത്ത് വെച്ചാണോ രണ്ടുപേരും ദേഷ്യം പിടിക്കുന്നത്, ആ സമയത്ത് പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും ഈ ലോകത്ത് നിങ്ങളിടയിലേക്ക് കടന്നു വരുന്നത് ആരാണെന്നറിയുമോ? അതേ ഇബ്ലീസ്. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നന്നാക്കി തരട്ടെ. ശത്രുവിന് ചിരിക്കാൻ കൊടുക്കാൻ പാടില്ല നമ്മുടെ ദാമ്പത്യ ജീവിതം. ചിരിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കാൻ പാടില്ല നമ്മുടെ ദാമ്പത്യ ജീവിതം. അതിനെന്ത് വേണോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹനീയമായ
ചില ആശയങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് മോനെ, ലാ തുസവ്വിജൂന ലിഹുസ്നിഹിന്ന, ഭംഗി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കല്ലേ. ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദീഹിൻ, അവളുടെ ഭംഗി അവളെ നശിപ്പിച്ചെന്ന് വരാ. സയ്യിദുനാ റസൂലുള്ളാഹ് ഭംഗി നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞോളെന്ന് പറഞ്ഞിട്ടില്ല. എത്ര പേരുണ്ട് ഗൾഫിൽ നിന്ന് എന്തൊക്കെയായിട്ട്, സുബ്ഹാനല്ലാഹ്. എന്തിന് നാളെ മുതൽ അങ്ങോട്ട് ഓള അണിയിച്ചൊരുക്കാനുള്ള ക്രീമും അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. പൊരയിലെത്തുന്നതിന് മുമ്പ് ഓള് വേറെ തലപ്പുരം പോയതോ ബംഗാളിന്റെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അണ്ണാച്ചിന്റെ കൂടെ, ചട്ടിന്റെ അടി പോലത്തെ മുകളിൽ ഏതെങ്കിലും ചെക്കന്മാരെ പോയി. എന്താ മനുഷ്യന്റെ അവസ്ഥ, ആസ്വദിക്കാൻ കഴിഞ്ഞോ? എവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓളയും കൂട്ടിയിട്ട് ഒന്ന് പയങ്ങാടിയോ മുതിയങ്ങാടിയോ പാലത്തിന്റെ സൈഡിൽ നിർത്തിയിട്ട് ഇവനൊരു ഭാഗത്തേക്ക് നോക്കുമ്പോ ഓള് വേറൊരുത്തന്റെ വണ്ടി കയറിയിട്ട് പോയി. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട് എന്ന് പറയുന്നത്. എവിടെ ഇല്ല ഭംഗി നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മൂന്നാമത്തെ നിബന്ധന സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞു, വലിഹസബിഹാ, തറവാടിത്തമുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണം. തറവാടിത്തമുള്ള പെണ്ണിനെ നോക്കിയിട്ട് കെട്ടണം. ചില ആളുകൾ പഴയ കാലത്തൊക്കെ അങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തറവാടാണ്, നല്ല തറവാട്, കുടുംബം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണിട്ട് അത് ശ്രദ്ധിക്കലും നോക്കലും ഉമ്മാരും ഉപ്പാരത് പ്രത്യേകം നോക്കലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം അന്ന് അത്രമാത്രം വിശ്വസ്തമായ പല തറവാടിത്തവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് പണമുള്ളവനെ നോക്കിയിട്ടേ തറവാടിത്തം എന്ന് പറയുള്ളൂ. പണമില്ലാത്തവന് എന്ത് തറവാടിത്തം? ഒന്നുമില്ല. പണമുള്ളവനെ പണമുള്ളവന് യഥാർത്ഥത്തിൽ തറവാടിത്തം ഉണ്ടോ? യഥാർത്ഥത്തിൽ തറവാടിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഇടപാടിന്റെ കാര്യത്തിൽ വിശ്വസ്തനാകണം. ഇബാദത്തിന്റെ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നവരാകണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തില്, പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തില് വളരെയേറെ ശ്രദ്ധിക്കുന്ന കുടുംബമാണോ? പഴയ കാലഘട്ടത്തിലുള്ള ഉമ്മമാരെ പറയാറുണ്ടായിരുന്നു, അയാൾ ഒരു ആളുകളെ കൂടിയെടുത്ത് സംസാരിക്കാൻ പറ്റുന്നയാളാണ്, മധ്യസ്ഥനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളാ, അയാളെ വാക്കിലും വിശ്വസിക്കാൻ പറ്റും, പ്രവൃത്തിയിലും അയാളെ വിശ്വസിക്കാൻ പറ്റുന്നതാ. പെണ്ണുങ്ങളെ പറ്റി പഴയ കാലഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു, ഭർത്താവിന്റെ അനുജന്റെ മുന്നിൽ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ലാത്ത പെണ്ണ, പുറത്തേക്ക് ഇറങ്ങിയതായിട്ട് കൂടുതൽ അറിയില്ല, പരിചയമില്ല. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെ അങ്ങനെ ചില ആളുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? പരിശുദ്ധമായ ദീനിന്റെ പൂർണ്ണമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാ. ഇന്നോ ഹറാമിന്റെ സമ്പാദ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വലിഞ്ഞു വന്നു, നമ്മുടെ കയ്യിലേക്ക് അങ്ങ് വന്നു. ഉപ്പ ചെയ്യുന്ന കച്ചവടം ഹലാലാണോ ഹറാമാണോ? പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കയ്യിലോട്ട് വരുന്ന സമ്പാദ്യം ഹറാമാണോ ഹലാലാണോ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇനി ഇതേ ഉപ്പയാണെങ്കിലോ പകൽ നല്ല മാന്യനായിരിക്കും. എങ്ങനെയുള്ള മാന്യനാ? രാത്രിയിൽ ആരും അറിയാതെ മദ്യപിക്കുന്ന മാന്യനാ, അല്ലെങ്കിൽ കഞ്ചാവടിക്കുന്നവരാ,
അതുമല്ലെങ്കിലോ പലിശയുമായി ഇടപെടാറുള്ളവരാ. ജീവിതം എന്തൊരു മാന്യതയാണ്, പറയാൻ ഹാജിയാണ്. കഴിഞ്ഞ കൊല്ലൊക്കെ ഉംറക്ക് പോയിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നോരാ. ആ വീട്ടിലുണ്ട് 19ഉം 20ഉം വയസ്സായ പൊന്നുമോന്. നേരം വരെ അങ്ങാടികളിൽ കറങ്ങിയിട്ട് തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ എല്ലാം മറന്നുകൊണ്ട് തുറന്നു കൊടുക്കാൻ ആ വീട്ടിൽ ഉമ്മയുണ്ട്. മോനെവിടെയായിരുന്നെന്ന് ചോദിക്കാനുള്ള ഉപ്പാന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു. ആ വീട്ടിൽ മക്കൾക്ക് സുബഹി നമസ്കാരമില്ല. ആ മക്കളായാലും പെമ്മക്കളായാലും പുരയിൽ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുന്ന കുടുംബമാ. എവിടെയാ ദീനീ ബോധമുള്ള തറവാടിത്തം എന്ന് പറയാനുള്ളത്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഉമ്മമാരുടെ രീതിയോ അന്യപുരുഷനെ കാണാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ശരീരത്തിന്റെ സൗന്ദര്യങ്ങളെ കാണിച്ചുകൊണ്ട്, എല്ലാ ഭാഗങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുരുഷൻ ആകർഷിക്കുന്ന അവയവങ്ങളെ കാണിച്ചുകൊണ്ട് അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും ഉറൂസിനും വഅദിനും ഖുർആൻ ക്ലാസിനും എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് വേണ്ട ഏതെല്ലാം ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടോ അവിടെയെല്ലാം നിറഞ്ഞ കവിയുകയാ. നാണമില്ലാത്ത പെമ്മക്കളാ പൊരയിൽ വളർന്നുകൊണ്ട് വരികയാണ്. അന്യപുരുഷന്റെ കൈ പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മോളാണ്. അന്യപുരുഷന്റെ കൈ പിടിച്ചിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന മോളാണ്. അന്യപുരുഷനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന മോളാണ്. അന്യപുരുഷനുമായിട്ട് ഏതെല്ലാം നിലയിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളെല്ലാം നല്ലതുപോലെ കൊണ്ടുപോകുന്ന മോളാ. വീട്ടിൽ ഉപ്പയ്ക്ക് ഹറാം എന്താണ് ഹലാൽ എന്താണെന്നുള്ള ബോധമില്ല. ഉമ്മാക്കും ബോധമില്ല. തോന്നിയതുപോലെ നിസ്കരിക്കും. ഖുർആനില്ല, ഹദ്ദാദ് ചൊല്ലി അറിഞ്ഞുകൂടാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് പോലും ഒരു ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് പാരായണം ചെയ്തുകൊണ്ട് പുണ്യ നബിയോടുള്ള മഹബ്ബത്ത് നിലനിർത്താൻ നമ്മുടെ മക്കൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെയോ നാട്ടിൽ കുറെ ചെറുപ്പക്കാരുണ്ട്. അവരെ നബിദിന റാലിയിൽ പങ്കെടുക്കാൻ ഉഷാറാണ്, കൊടി പിടിച്ചിറങ്ങാൻ ഉഷാറാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്തുമ്പോ തക്ബീർ ചൊല്ലാനും തഹ്ലീൽ ചൊല്ലാനും ഉഷാറാ. ഇന്ന് വരെ നടന്നിട്ടുള്ള ഈ മഹനീയമായ പള്ളിയിൽ വെച്ച് നടന്ന മൗലീദിന്റെ സദസ്സില് ഒരു 18ഉം 19ഉം 20ഉം 23ഉം വയസ്സായ ചെറുപ്പക്കാരനെ കാണാൻ കഴിയില്ല. ദീനിന്റെ മേഖലകളിൽ നിന്ന് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പൂർണ്ണമായ ആശയങ്ങളിൽ നിന്ന് ഇന്ന് നമ്മുടെ തറവാടെന്ന് പറയുന്ന തറവാട്ടിലുള്ള മക്കളെല്ലാം അകന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിബന്ധനയും കൂടി പറയാണ്. വലിദീനിഹാ, ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കുമോ? എന്നാൽ ഫലഫറ ബിദാത്തിദ്ദീൻ, നിന്റെ ജീവിതം വിജയിച്ച മോനെ, നിന്റെ ജീവിതം വിജയിച്ച മോളെ. ദീനീബോധമുള്ള കുടുംബമാണോ, ദീനീബോധമുള്ള പെണ്ണാണോ, നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. സയ്യിദുനാ റസൂലുള്ളാഹ്